ഹായ്, ഞാനിന്ന് നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു മീൻ കറിയുടെ വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാനും മറക്കരുതേ. അപ്പം നല്ല മീൻ രാവിലെ തന്നെ ചേട്ടായി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നല്ല വൃത്തിക്ക് 5-6 തവണ കഴുകി എടുക്കുന്നുണ്ട്. നമുക്ക് മുറിച്ചാണ് അവിടുന്ന് തരുന്നത്, വീട്ടിൽ വന്ന് മുറിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കറിക്ക് വേണ്ട ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പുളിയും ഞാൻ വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മൺചട്ടിയിൽ മീൻകറി വെക്കുന്നതാണല്ലോ ഏറ്റവും ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ നല്ലൊരു മൺചട്ടി എടുത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചട്ടി ചൂടായി വന്നപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ലേശം മാത്രം ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ഞാനിതിൽ ഉലുവാപ്പൊടിയൊന്നും ഇടുന്നില്ല. അതേപോലെ മറ്റ് ആൾക്കാർ ഈ രീതിയിലല്ല മീൻകറി വെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളിങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതേപോലെ ഒത്തിരി ദിവസമായിട്ട് ഞാൻ റെസിപ്പി വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അപ്പം റെസിപ്പി വീഡിയോ ഞാനിനി തുടരെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇനി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം ഇതിന് ഞാൻ ഒന്നിനും തന്നെ പ്രത്യേകിച്ചൊരു അളവ് പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. പ്രൊഫഷണലായിട്ടൊരു കുക്കിംഗ് ചാനലൊന്നും അല്ലല്ലോ, സാധാരണ നമ്മൾ വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം വഴണ്ട് വന്നപ്പോൾ അതിലോട്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ കറിവേപ്പില നന്നായിട്ട് മുരിഞ്ഞു പോയതുപോലെ ആകും. എനിക്കെന്തോ അത് വലിയ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഇത് വഴണ്ട് വരുമ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫിഷ് മസാല ചേർത്തിട്ടാണ് മീൻകറി വെക്കാറ്. മറ്റു പൊടികളും ചേർക്കും. അപ്പോൾ ഫിഷ് മസാലയാണ് ഞാൻ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 സ്പൂണോളം ഫിഷ് മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ മുളക് പൊടിയാണ് ഇനി അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂണ് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പച്ചമുളക് വേറെ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മീൻകറിയുടെ മസാല വരുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഇളക്കിയെടുക്കാറ്. നമ്മുടെ മീൻകറിയുടെ മസാല ഒരുവിധം കുറച്ചും കൂടെ നമ്മുടെ സാധാ വെക്കുന്നതിൽ ഒന്ന് ഒരു തുള്ളിയും കൂടെ മൂത്ത് പോയാൽ നമ്മുടെ കറി ഒരുമാതിരി കയ്പ്പ് പോലെയൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് തീ കുറച്ചിട്ട് പെട്ടെന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പൊടിയുടെ കുത്തൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. ആ ഒരു മണമൊക്കെ മാറി കിട്ടുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തോരം ചാറാണോ വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമലി ഞാൻ ഇച്ചിരിയും കൂടെ ചാറ് കുറച്ചാണ് വെക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ ഇച്ചിരി ചാറ് വെച്ചിട്ടുണ്ട്. കാരണം കപ്പ മേടിച്ചിട്ടുണ്ട് വീട്ടിൽ. അപ്പം കപ്പയ്ക്കും കൂടെ എടുക്കാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ചാറ് വേണം, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 കഷ്ണം കുടംപുളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചില പുളിക്ക് 1-2 എണ്ണം ഇട്ടാൽ മതി. ഇതിലൊരു 4-5 എണ്ണമൊക്കെ ഇട്ടാലേ നല്ലൊരു പുളി വരത്തുള്ളൂ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴുകാൻ നേരത്ത് ഞാനൊരല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടാണ് കഴുകിയെടുത്തിട്ടുള്ളത്. അപ്പോൾ മീനിൻ്റേതായ ആ ഒരു ചെറിയൊരു സ്മെല്ലൊക്കെ മാറി കിട്ടും. അതേപോലെ നമ്മുടെ കഷ്ണങ്ങളാണല്ലോ നന്നായിട്ട് കിട്ടും നമുക്കങ്ങനെ വിനാഗിരി ഒഴിച്ച് കഴുകുവാണെങ്കിൽ. അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കുന്നുണ്ട്. പിന്നീട് അത് ഇളക്കുന്നൊന്നുമില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. അപ്പം ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനാണെങ്കിൽ കുറച്ച് മീനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വറക്കാൻ വേണ്ടി. അതിലോട്ട് സാധാ പോലെ നമ്മൾ മീൻ വറക്കുന്ന പോലെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയിട്ടാണ് തിരുമ്മി വെച്ചേക്കുന്നത്. അത് വറക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പം ചെറിയൊരു തിള വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെയും മൂടി വെച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, ഒരു 10-15 മിനിറ്റ്. അപ്പോൾ നമുക്കിനി ഒന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വീഡിയോയുടെ ലൈറ്റിംഗ് കൊണ്ടാണ് നല്ല ചുമന്നിരിക്കുന്ന കറിയാണ്. പക്ഷേ ഒരു കളർ വ്യത്യാസം കാണുന്നത്. നമ്മുടെ വീഡിയോയ്ക്ക് ആദ്യം കാണുന്ന പോലെയാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. തണുത്ത് കഴിയുമ്പോൾ
അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉച്ച സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചോറെടുത്ത് അതിലോട്ട് കറി ഒഴിക്കുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.